കനത്ത മഴയിൽ സംസ്ഥാനത്ത് പരക്കെ നാശനഷ്ടം. ആലപ്പുഴയിൽ ഷോക്കേറ്റ് കേബിൾ TV ജീവനക്കാരന് ദാരുണാന്ത്യം. എറണാകുളം പുതുർക്കയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. സംസ്ഥാനത്ത് കടലാക്രമണം രൂക്ഷം. ഓം ബിർള ലോക്സഭാ സ്പീക്കർ elected as the speaker of this house. ഓം ബിർള ലോക്സഭാ സ്പീക്കർ. തെരഞ്ഞെടുപ്പ് ശബ്ദവോട്ടിൽ രണ്ടാം ഊഴം മികച്ച അവസരമെന്ന് പ്രധാനമന്ത്രി. പ്രതിപക്ഷ ശബ്ദം അംഗീകരിക്കലാണ് ജനാധിപത്യമെന്ന് രാഹുൽ ഗാന്ധി. അടിയന്തരാവസ്ഥയെ അപലപിച്ചുള്ള സ്പീക്കറുടെ പ്രമേയത്തിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് അവശ്യ വസ്തുക്കൾക്ക് തീവിലയെന്ന് പ്രതിപക്ഷം സഭയിൽ. സർക്കാർ സപ്ലൈകോയുടെ അന്തകരെന്ന് പ്രതിപക്ഷ നേതാവ്. സപ്ലൈകോയുടെ 50ാമത്തെ വർഷം അതിന്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. വിലക്കയറ്റം ദേശീയ വിഷയമെന്ന് മന്ത്രി GR അനിൽ. മാത്രം വിഷയമല്ല, രാജ്യമൊട്ടാകെയുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൂട്ടായി ഇടപെടേണ്ട കാര്യമുണ്ട് സാർ. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ DYFI നേതാവ് മനു തോമസ്. പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു. ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കി. മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് ജയരാജൻ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കിയെന്നും ആരോപണം. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നടപ്പാക്കാത്തത് സുപ്രീം കോടതി വിധിയാണെന്ന് ഓർക്കണം. സർക്കാർ നടപടികൾ പ്രഹസനമെന്ന് വിമർശനം. വിധി നടത്തിപ്പിനെ എതിർക്കുന്നത് എന്തിനെന്ന് യാക്കോബായ സഭയോട് കോടതി. ആലപ്പുഴ അരൂർ തുറവൂർ ദേശീയപാതയിൽ യാത്രക്കാരെ ചെളിക്കുണ്ടിലാക്കി ഉയരപ്പാത നിർമ്മാണം. വൈറ്റിലിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്നവർക്ക് ഈ ദുരിത വഴി താണ്ടാതെ പോകാൻ കഴിയില്ല. കാലങ്ങളായി ഈ കിടപ്പ് തന്നെയാണ്. ഒരു തരത്തിലുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് പരമ്പര നാവാ കുഴിയടയ്ക്കാം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ക്വാർട്ടർ ബെർത്ത് ഉറപ്പിച്ച അർജന്റീന ചിലിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. 2020 ലോകകപ്പ് സെമി മത്സരങ്ങൾ നാളെ. ഇന്ത്യ ഇംഗ്ലണ്ടിനെയും ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെയും നേരിടും.